ഹലോ മക്കളെ, നമുക്ക് വീണ്ടും മഴ അതിശക്തമായി തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വെള്ളം ഏകദേശം കയറി തുടങ്ങിയിട്ടോ. നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് വെള്ളം. അന്നേരം നമ്മളെപ്പറ്റി അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഫാമിലി ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞങ്ങളെ വിവരങ്ങൾ അന്വേഷിക്കുന്നതുമായ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അവർ ചോദിക്കും, മോളെ മഴ എങ്ങനെയുണ്ട്, മഴ കുറവുണ്ടോ, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് അവിടുന്ന് മാറിക്കൂടെ. ലൈവെല്ലിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കണം, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് റിലേറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. അമ്മയും അനിയനൊക്കെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അന്നേരം വേറെ എവിടെയും മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അന്നേരം ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. വെള്ളം ഏകദേശം ഇതൊക്കെ ഒഴുകി റോട്ടിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഏട്ടാ പണിക്ക് ഏകദേശം നമ്മളെ തിണ്ടിനോട് ചേർന്നിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളം ഏകദേശം. അന്നേരം ഇനി അതിശക്തമായിട്ട് തന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നം വരില്ല. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലോ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുള്ളൂ. അതുവരെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ അങ്ങോട്ട് പോകുന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നേരം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. കാരണം നമ്മളെ സാഹചര്യം അതാണ്. ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ലൈവ് ഇടുമ്പോൾ എല്ലാവരും പറയും, ചേച്ചിയെ കുഞ്ഞു മോളെയും കൊണ്ട് അവിടെ നിൽക്കല്ലേ പറയും. എല്ലാവർക്കും മോളൊക്കെ കാണുമ്പോഴാണ് ഒരു ടെൻഷൻ. പക്ഷെ അവളെ കഴിയുന്ന പരമാവധി ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറക്കലില്ല കേട്ടോ. അന്നേരം എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ആരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് അന്വേഷിക്കാമെന്ന് തോന്നുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അതന്നെ ഒരു വലിയ കാര്യമാണ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും. അന്നേരം ഇനി ഈ മഴയൊന്നും ഒതുങ്ങി കിട്ടാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെക്കാളും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്നേരം അതൊക്കെ ആലോചിക്കും. നമ്മളതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. വരുന്നുണ്ട് ഇയാൾ, വരുന്നുണ്ടോ. ഇതിങ്ങനെ നടക്കും, ഇങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ നടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. കണ്ണ് തെറ്റിയാൽ പുറത്തിറങ്ങും, അതാണ് പ്രശ്നം. എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട് അവളെ പുറത്തിറങ്ങാതെ. പരമാവധി കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ട്, സ്കൂളൊന്നും ഇല്ല. അവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അവളെ. അന്നേരം എല്ലാവരും അമ്മ വീട്ടിൻ്റെ ഉള്ളിൽ വാന്ന് പറയുന്നത്. അന്നേരം അവളെയാണ് എല്ലാവർക്കും പ്രശ്നം. അവൾ പുറത്തിറങ്ങും, അവളെ നോക്കണം എന്നാണ് എല്ലാവരും പറയുക. അവളെ നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. എല്ലാവരും ഹായ് പറഞ്ഞ എല്ലാവർക്കും. കുരുത്തക്കട കളിക്കാൻ പാടില്ല, കുരുത്തക്കടാണ്. ഓക്കെ, ബൈ.